വർഷം 1945. രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. ജർമ്മനി അക്ഷരാർത്ഥത്തിൽ കത്തിയെരിയുന്ന കാലം. ആകാശത്തു പുകയും മണ്ണിൽ ചോരയും മാത്രം ബാക്കിയായ യുദ്ധഭൂമി. ഈ നരകത്തിലൂടെ ഫ്യൂറി എന്നു പേരുള്ള ഒരു ഷെർമാൻ ടാങ്ക് മെല്ലെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ആ ടാങ്കിനുള്ളിൽ 5 മനുഷ്യരുണ്ട്. പക്ഷേ അവർ വെറുമൊരു സൈനികരായിരുന്നില്ല. അവർക്ക് മടങ്ങാൻ ഒരിടവുമില്ലായിരുന്നു. വർഷങ്ങളോളം നീണ്ട യുദ്ധം അവരുടെ വീടുകളെയും പ്രിയപ്പെട്ടവരെയും മായ്ച്ചു കളഞ്ഞിരുന്നു. ആ ടാങ്കിന് പുറത്തുള്ള ലോകം അവർക്കിന്ന് അന്യമാണ്. ആ ഇരുമ്പുകൂട്ടിനുള്ളിലെ 5 സീറ്റുകൾ മാത്രമായിരുന്നു അവരുടെ ലോകം. ആ ടാങ്കായിരുന്നു അവരുടെ വീട്. അതുകൊണ്ടുതന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ജർമ്മനിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു പ്രധാന വഴിത്തിരിവിൽ വെച്ച് അവരുടെ ടാങ്ക് തകരുന്നു. ടാങ്കിന്റെ ചെയിൻ പൊട്ടി അതൊരു ഇരുമ്പ് പെട്ടി പോലെ അവിടെ നിശ്ചലമായി. കൃത്യം ആ സമയത്താണ് 300ഓളം വരുന്ന ശത്രു സൈന്യം അങ്ങോട്ടേക്ക് വരുന്നത്. തകർന്നു കിടക്കുന്ന ആ ടാങ്കിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ അവർക്ക് അവസരമുണ്ടായിരുന്നു. പക്ഷേ അവർ തീരുമാനിച്ചത് മറ്റൊന്നാണ്. തങ്ങളുടെ ഏക വീടായ ആ ടാങ്കിനെ അവർ ഒരു കോട്ടയാക്കി മാറ്റി. ഉള്ളിലെ ഓരോ വെടിയുണ്ടയും അവസാനത്തെ ശ്വാസം വരെ പൊരുതാൻ അവർ കരുതി വെച്ചു. യുദ്ധം തുടങ്ങിയപ്പോൾ ആ പ്രദേശം ഒന്നാകെ വിറച്ചു. 4 നിന്നും വെടിയുണ്ടകൾ പാഞ്ഞു വന്നു. പക്ഷേ ആ 5 പേരും ഒരേ മനസ്സോടെ പൊരുതി. ശത്രുക്കൾക്ക് അതൊരു അത്ഭുതമായിരുന്നു. തകർന്നു കിടക്കുന്ന ഒരു ടാങ്കിനുള്ളിൽ നിന്ന് ഇത്രയും വലിയൊരു പ്രത്യാക്രമണം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. മണിക്കൂറുകൾ നീണ്ട ആ പോരാട്ടത്തിൽ ഓരോരുത്തരായി വീഴുമ്പോഴും അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ശത്രു സൈന്യം തോൽവി സമ്മതിച്ച് പിന്തിരിഞ്ഞോടി. അവസാനം സഖ്യകക്ഷികളുടെ വിമാനങ്ങൾ ആകാശത്തെത്തുമ്പോൾ യുദ്ധം അവസാനിച്ചിരുന്നു. പുകയൊഴിഞ്ഞ ആ വഴിയിൽ ഫ്യൂറി ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ കാത്തത് വെറുമൊരു വഴിയല്ല, മറിച്ച് തങ്ങളുടെ അവസാനത്തെ അഭയസ്ഥാനമായിരുന്നു. ഈ പോരാട്ടത്തിന്റെ തീവ്രതയും ആ 5 പേരുടെ ആത്മബന്ധവും നേരിട്ട് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫ്യൂറി എന്ന സിനിമ കണ്ടിരിക്കണം. ലോക സിനിമയിലെ ഈ വിസ്മയം നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. മടങ്ങാൻ ഒരിടവുമില്ലാത്തവർക്ക് പൊരുതാൻ ആ ഒരൊറ്റ ലക്ഷ്യം മതിയാകും. ഓർക്കുക, 10 സെക്കൻഡ് മതിയാകും ഒരു ചരിത്രം മാറാൻ.